ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വർഷങ്ങളായിട്ട് പ്രഗ്നൻസി കിട്ടാതിരുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു ഒറ്റ ടിപ്പ് മാത്രം ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട് കേട്ടോ. ആ ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിനു ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ അവർ പറഞ്ഞിട്ടുള്ള ടിപ്സിൽ ഏറ്റവും യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആ ടിപ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അവർ അതിൽ ഏത് ടിപ്സിനെ പറ്റിയിട്ടാണോ മെൻഷൻ ചെയ്തത് അത് സ്പേസ് ദിജോസ് വേൾഡ് എന്ന് നിങ്ങൾ യൂട്യൂബിന്റെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ ചെയ്തതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരിക്കലും ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന ഹോം റെമഡീസ്. ഡോക്ടറുടെ ട്രീറ്റ്മെന്റ്സിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടി നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് ആ ടിപ്സ് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരുപാട് പേരെ കൺസീവ് ആകാനായിട്ട് സഹായിച്ച ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ്, വജൈനൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ്. ഒരിക്കലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 9 ടോപ്പിക്സ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഒരുപാട് പേര് നെഗ്ലക്ട് ചെയ്ത് വിടുന്ന, ഒരുപാട് പേർക്ക് പ്രഗ്നൻസി കിട്ടാൻ വൈകുന്ന 9 കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസി നമുക്ക് വേണമെങ്കിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിസിക്കൽ കോണ്ടാക്ട് നമുക്ക് വേണം. ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഇജാക്കുലേഷൻ സംഭവിക്കുന്ന സമയത്ത് മില്യൺസ് ഓഫ് സ്പേം സെൽസ് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. എല്ലാ മാസവും കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്നുണ്ട്. ടെസ്റ്റ് ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നും ഞാൻ ഈ പറഞ്ഞ ഒരുപാട് പേർക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാതിരുന്നിട്ടും ഒരു കാര്യം ശ്രദ്ധിച്ചപ്പോഴേക്കും അവർക്ക് കൺസീവ് ആകാനായിട്ട് സാധിച്ചു. അതാണ് വജൈനൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ വജൈനയുടെ അകത്ത് കൂടിയിട്ടാണ് സ്പേം സെൽസ് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ ഒരു പോർഷൻ ഹെൽത്തി ആയിട്ടുള്ളതല്ല എങ്കിലും നമ്മൾ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാകും. നമ്മൾ സെമൻ അനാലിസിസ് ചെയ്തിട്ട് ഹസ്ബൻഡ് സെമന്റെ മോട്ടിലിറ്റി ഒക്കെ നോക്കുന്ന സമയത്ത് എല്ലാത്തിനും നല്ല മോട്ടിലിറ്റി ഉണ്ടാകും. പക്ഷെ അകത്തേക്ക് പ്രവേശിക്കുന്ന ആ ഒരു സ്പേം സെൽസിനൊക്കെ ശരീരം പലപ്പോഴും ഒരു ഫോറിൻ ബോഡി ആയിട്ടാണ് കാണുന്നത്. എത്ര റെഗുലറായിട്ട് അത് അകത്തേക്ക് പ്രവേശിച്ചാലും ശരീരത്തിന് എന്നും അതൊരു ഫോറിൻ ബോഡി തന്നെയാണ്. അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇത് ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കണ്ടിട്ട് നമ്മുടെ ബോഡി തന്നെ ഇതിൽ മെജോറിറ്റി സ്പേം സെൽസിനെ കില്ല് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷവും ഇത് അകത്തേക്ക് പ്രവേശിച്ചാലും ഒരുപാട് തടസ്സങ്ങൾ ഇത് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കാം. ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ സ്ത്രീ ശരീരത്തിൽ ആ പ്രധാനപ്പെട്ട വജൈനയെ നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് നോക്കുക. എങ്ങനെയാണ് എന്റെ ആ ഒരു ശരീരഭാഗം, അത് ഹെൽത്തി ആണോ, അതിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് എങ്ങനെയൊക്കെയാണ്, എന്തെങ്കിലും ഇറിറ്റേഷൻസ് എനിക്ക് ആ ഭാഗത്ത് ഫീൽ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ മോണിറ്റർ ചെയ്യുക. അൺക്ലീനും അതുപോലെ സ്മെല്ലി ആയിട്ടുള്ളൊരു വജൈന നിങ്ങൾക്കുണ്ടെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉള്ള ഒന്നാണ് ആ ഒരു സിറ്റുവേഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബാക്ടീരിയയുടെയോ വൈറസിന്റെയോ ഗ്രോത്ത് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഇതുപോലെ തന്നെ സ്മെല്ലി ആയിട്ടുള്ളതും അൺക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസും നമ്മുടെ വജൈനയിൽ ഉണ്ടാവുന്നത്. ഇത് ഡയറക്റ്റ് വജൈനയുടെ pH ബാലൻസിനെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ മോണിറ്റർ ചെയ്യുക. നമുക്ക് നോർമലി നമ്മുടെ വജൈനയിൽ നിന്ന് ഡിസ്ചാർജ് ഉണ്ടാകാറുണ്ട്. ഇത് ക്ലിയർ ആയിട്ടുള്ളതായിരിക്കും ചില സമയം മിൽക്കി വൈറ്റ് ആയിട്ടുള്ളതായിരിക്കും ഈ ഒരു ഡിസ്ചാർജ്. പക്ഷേ ഒരിക്കലും നമ്മളത് കയ്യിലെടുത്തിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ വൈപ്പ് ചെയ്ത് ഭാഗം വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ടിഷ്യൂ പേപ്പറിൽ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്മെല്ല് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡീപ്പായിട്ട് നമ്മുടെ മൂക്കിനകത്തേക്ക് കൊണ്ടുവച്ച് സ്മെല്ല് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ മൈൽഡ് ആയിട്ടുള്ളൊരു സ്മെല്ല് ഇതിന് കിട്ടുകയുള്ളൂ. അല്ലാത്ത ഒരു സിറ്റുവേഷനിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു വജൈനയിൽ നിന്ന് ഫൗൾ സ്മെല്ല് ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ഉള്ളിയുടെ മണമായിട്ടോ ചില ആളുകൾക്ക് ഫിഷിന്റെ മണമായിട്ടോ ഒക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു ഡിസ്ചാർജ് ആയിരിക്കും ഈ ഒരു ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത്. മറ്റു ചില ആളുകൾക്ക് എന്ന് പറയുന്നത് വജൈനൽ പോർഷനിലോ വോൾവ പോർഷനിലോ ചൊറിച്ചിൽ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് ഉണ്ടാകുന്നത് ചില സമയത്ത് ചില ആളുകൾക്ക് ഈ ഒരു ചൊറിച്ചിൽ ഉണ്ടാകുന്നത് നമ്മുടെ വജൈന എന്ന് പറയുന്നത് ആ ഒരു ഹോളാണല്ലോ, എന്നാൽ അതിനെ ചുറ്റി നിൽക്കുന്ന ഒരു ചിറക് പോലെയുള്ള ഒരു ആവരണമാണ് ഈ വോൾവ എന്ന് പറയുന്ന ഒരു പോർഷൻ.
ഈ പോർഷനിലായിരിക്കും ചിലർക്ക് ആ ഒരു തിണർപ്പോ അല്ലെങ്കിൽ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടായിട്ട് ആ ഒരു ഭാഗം ചിലപ്പോൾ ചിലർക്ക് വീർത്തിരി വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ഉണ്ടാകാതെ ഇരിക്കുന്ന സമയത്തോളമാണ് നമ്മുടെ ആ ഒരു വജൈന ഹെൽത്തി ആവുന്നത്. ആ സിറ്റുവേഷൻസ് ഒക്കെ എപ്പോഴാണ് ഉണ്ടാവുന്നത് ആ സമയം മുതൽ വജൈന അൺഹെൽത്തി ആവുന്നു. ഇതൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വജൈന ഹെൽത്തി ആക്കി വെക്കുന്നതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട 9 കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യത്തേത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഹെൽത്തി ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രോട്ടീനും വിറ്റമിൻ സിയും ഇയും ആന്റി ഓക്സിഡൻസും ഒമേഗ 3 ഫാറ്റി ആസിഡും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ധാരാളം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ആ ഒരു വജനൽ പോർഷൻ ഒക്കെ ഹെൽത്തി ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. നമ്മുടെ യോഗേർട്ടില്, സ്വീറ്റ് പൊട്ടാറ്റോയില്, അതുപോലെ വെളുത്തുള്ളി, അവോക്കാഡോ, ബ്രൊക്കോളി, ഡാർക്ക് ചോക്ലേറ്റ്, ആപ്പിൾ, നട്ട്സ് എന്നിവയിലെല്ലാം തന്നെ ഇത് ഹെൽത്തി ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ്സ് എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതും അതുപോലെ നമ്മുടെ ആൽക്കഹോള്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതുപോലെ മൈദയിൽ ഉണ്ടായിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഒരുപാട് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് വജനൽ പോർഷൻ നിങ്ങൾ ക്ലീൻ ചെയ്യുക. വജനയുടെ അകത്തെ ഹോള് നിങ്ങൾ ക്ലീൻ ചെയ്യാനല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ ആ ഒരു ചുറ്റുമുണ്ടാകുന്ന ഒരു വൾവ പോർഷൻ ഉണ്ടല്ലോ, ഒരു ലിപ്പ് പോലെയുള്ള സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ആ ഒരു വൾവ പോർഷൻ, ഇത് നിങ്ങൾ ക്ലീൻ ചെയ്യുക. നിങ്ങൾ നേരത്തെ നമ്മൾ ടാപ്പിൽ നിന്ന് കിട്ടുന്ന തരത്തിലുള്ള വെള്ളം എടുത്തിട്ട് നമ്മൾ ആ ഒരു പോർഷൻ നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ലൂക്ക്വാം ആയിട്ടുള്ള വാട്ടർ ഉപയോഗിച്ചിട്ടോ നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ലൂക്ക്വാം വാട്ടർ അല്ലെങ്കിൽ നേരത്തെ ചൂടുവെള്ളം വെച്ചിട്ടാണ് കേട്ടോ ആഴ്ചയിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യാൻ പറഞ്ഞത്. നോർമൽ നമുക്ക് കിട്ടുന്ന ടാപ്പ് വാട്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ റെഗുലർ ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാം കേട്ടോ. ഓരോ തവണ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്തും ആ ഒരു പോർഷൻ നിങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമലി നമ്മുടെ വജൈനയിൽ തന്നെ ഡിസ്ചാർജ് പോകുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ബാക്ടീരിയാസിനെ, ഡേർട്ടിനെ, അതുപോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളിപ്പോ ഒരു മിറർ വെച്ചിട്ട് ആ ഒരു വജനൽ പോർഷൻ നോക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ച് വിയേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്, പക്ഷെ നിങ്ങളത് മോണിറ്റർ ചെയ്യുന്നത് നല്ലതാണ്. ഒരുപാട് ബാഡ് കമന്റ്സ് ചിലപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത് കൊണ്ട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലിപ് സ്ട്രക്ചർ ആയിട്ടുള്ള ഈ ഒരു വാൾവ പോർഷന്റെ ആ ഒരു ഇന്നർ ഭാഗത്തായിട്ട് വൈറ്റ് കളറിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ പലർക്കും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. പൂപ്പൽ എന്നൊക്കെ ഡോക്ടേഴ്സ് പറയും കേട്ടോ, അതുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ധരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നറിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിലും സോഫ്റ്റ് കോട്ടന്റെ ബ്രീത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക്കിലുള്ളത് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഇന്നേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എയർ പാസേജ് ഉണ്ടാകുന്നതിന് അത് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലെഗിങ്സ് ആണെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു ഭാഗത്ത് നല്ലോണം ടൈറ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും എയർ പാസേജ് ഇല്ലാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈർപ്പം കുറെ അവിടെ അടിയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഡ്രസ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഈർപ്പം കൂടുതൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ റെക്കറന്റ് നമുക്ക് ഉണ്ടാവാനായിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത നമ്മുടെ പ്യൂബിക് ഹെയർ ആണ്. നമ്മുടെ ആ ഒരു വജൈനൽ പോർഷനിൽ ഉണ്ടാകുന്ന ഒരു ഹെയർ ആണ് ഈ പ്യൂബിക് ഹെയർ എന്ന് പറയുന്നത്. ചില ആളുകൾ ആ ഒരു പോർഷൻ വാക്സ് ചെയ്ത് മാറ്റുന്നവരുണ്ട്. ആ റൂട്ടിൽ നിന്ന് തന്നെ ആ ഒരു ഹെയർ ക്ലീൻ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. ട്രിം ചെയ്ത് നമുക്ക് നിർത്താം. അതുപോലെ സിസേഴ്സ് വെച്ചിട്ട്, അത് ഒരുപാട് ഡീപ്പായിട്ട് നമ്മൾ ട്രിം ചെയ്യാൻ പാടില്ല കേട്ടോ. സിസേഴ്സ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് നിർത്താം. അത് ഒതുക്കി നിർത്താനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ ഹെയർ ആണ് നമ്മുടെ ആ ഒരു വൾവ പോർഷനെയും അതുപോലെ വജൈന പോർഷനെയും മറ്റുള്ള ഇൻഫെക്ഷൻസ് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് കട്ട് ചെയ്ത് നിർത്താതെ നമ്മളത് മുഴുവനായിട്ട് ക്ലീൻ ചെയ്ത് കളയുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാവുന്നതിന് കാരണമാകും കേട്ടോ. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു പോർഷൻ നിങ്ങൾ എപ്പോഴും ഡ്രൈ ആക്കി മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു കോട്ടൺ തുണി നമ്മൾ കൈ കരുതുക. നമ്മളിപ്പോൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ്സ് ആണെങ്കിൽ അവിടെ നമുക്ക് ഒരു കോട്ടൺ തുണി എടുത്ത് വെക്കാമല്ലോ. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ യൂറിനേറ്റ് ചെയ്തിട്ട് അവിടെ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഒരു വെള്ളം ഒപ്പിയെടുത്ത് മാറ്റാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ദിവസേന നമുക്ക് ടോയ്ലറ്റ് പേപ്പർ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ നിങ്ങളവിടെ കരുതി വെക്കുക. അതിനുശേഷം എപ്പോഴും അന്ന് ഒപ്പിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ
ഈ നനവിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനായിട്ടൊക്കെ ചാൻസസ് കൂടുന്നത് കേട്ടോ. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം സേഫ് ആയിട്ട് ഇന്റർകോഴ്സ് ചെയ്യുക. എക്സസ് ആയിട്ട് ലൂബ്രിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നതോ അതുപോലെ ഓയിലും തുടങ്ങിയ ഐറ്റംസ് ഒക്കെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ശരീരത്തിന് നല്ലതല്ല. ആ സമയത്ത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെങ്കിലും പിന്നീടുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അത് കാരണമാകും കേട്ടോ. നിങ്ങൾ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിച്ചിട്ട് സ്പേം ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യൂറിനേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിന് ശേഷം നിങ്ങൾ അല്ലെങ്കിൽ 15 മിനിറ്റിന് ശേഷം നിങ്ങൾ യൂറിനേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് നോർമൽ വെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾ യൂറിനേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. നോർമലി ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ്സോളം നമ്മളോട് ബെഡിൽ തന്നെ കിടക്കാനായിട്ട് പല ഡോക്ടേഴ്സും പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എഴുന്നേറ്റിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക. ചില ആളുകൾ യൂറിനേറ്റ് ചെയ്യാതെ കിടന്നുറങ്ങുന്നവരുണ്ട്. ഒരിക്കലും ആ ഒരു മെത്തേഡ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം രണ്ടുപേരുടെ ഇന്റിമേറ്റ് ഓർഗൻസ് തമ്മിൽ അവിടെ ഒരു കോണ്ടാക്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ട് നമുക്കുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് മാത്രം കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പീരിയഡ്സ് ടൈമിലാണ്. പീരിയഡ്സ് ടൈമിൽ കൂടുതൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ട്. ആ ഒരു 4 to 5 days കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പോർഷൻ വെറ്റ് ആണ്. അതുകൊണ്ട് ആ ഒരു പീരിയഡ് ടൈമിൽ നമുക്ക് ഇൻഫെക്ഷൻസ് കൂടുതൽ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉള്ളത് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾ പാഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും കപ്പാണെങ്കിലും ടാമ്പോൺസ് ആണെങ്കിലും ക്ലോത്ത് ആണെങ്കിലും എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഒരുപാട് മണിക്കൂറുകളോളം ഒരിക്കലും ഒരു ഐറ്റത്തിൽ തന്നെ നിങ്ങൾ സ്റ്റിക്ക് ചെയ്യാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 4 to 5 hours കഴിയുമ്പോൾ തന്നെ അവർ കൂടുതൽ സമയം യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി തന്നെ നിങ്ങൾ ഒരിക്കലും പാഡ് ഒരുപാട് നേരം അതുപോലെ കപ്പ് ഒരുപാട് നേരം ഇൻസേർട്ട് ചെയ്ത് വെക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത 9th ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരിക്കലും സെൽഫ് മെഡിക്കേഷൻസ് നിങ്ങൾ ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ഇൻഫെക്ഷൻസ് നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കാണുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹോം റെമഡീസ് ചെയ്തിരിക്കാന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ഡോക്ടറെ സമീപിക്കുക, ട്രീറ്റ്മെന്റ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ഒപ്പം ഹോം റെമഡീസ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. കാരണം ഈ ഇൻഫെക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്സ് എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ 9 കാര്യങ്ങളും നമ്മൾ നെഗ്ലക്ട് ചെയ്ത് വിടുന്ന ഒരുപാട് പേരുടെ പ്രഗ്നൻസി ലേറ്റ് ആയി പോകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്തി മുൻപോട്ടേക്ക് പോകാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.